ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗു ചാനൽ. 2026 ഏപ്രിൽ 17 ഇറങ്ങിയ ഒരു തമിഴ് ലാംഗ്വേജിലെ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ് മിസ്റ്റർ എക്സ്. ആര്യ, ഗൗതം കാർത്തിക്, മഞ്ജു വാര്യർ ആൻഡ് ശരത് കുമാർ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. മനു ആനന്ദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ദിബു നിനാൻഡ് തോമസിന്റെ മ്യൂസിക്കുമാണ് ഈ സിനിമയിൽ വരുന്നത്. ഇത് സംഭവം മിസ്റ്റർ എക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് മനസ്സിലാവും, ഒരു അണ്ടർവേൾഡ് പടം, അല്ലെങ്കിൽ ഒരു റോ പടം, അല്ലെങ്കിൽ ഒരു നാഷണൽ പടം എന്ന ലേബലിലാണ് ഈ സിനിമ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 17 വേൾഡ് വൈഡ് റിലീസ് ചെയ്തതെങ്കിലും കേരളത്തിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്തത്. അപ്പോൾ വളരെയധികം കുറച്ച് ഷോസേ ഉള്ളൂ. ഷോസ് ഉള്ളതും ഒരു ദിവസം ഒരു ഷോവും 1-2 ഷോകളേ ഉള്ളൂ. ഈ സിനിമയിൽ എനിക്ക് ആകെ പോസിറ്റീവായി തോന്നിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആര്യ, രണ്ട് മഞ്ജു വാര്യർ. ആര്യയുടെ ആ ബോഡിയും ഫിസിക്കും, ആര്യയുടെ ആ എൻട്രിയും, ആര്യയുടെ ആ ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടി ആര്യ കുറേ ഈ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഷോസൊക്കെ ഇടാതെ നിന്ന് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ ആര്യ ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ മഞ്ജു വാര്യരുടെ ഒരു സെക്ഷൻ വരുമ്പോൾ മഞ്ജു വാര്യരുടെ ഫൈറ്റും കാര്യങ്ങളും, അതായത് ചില ആൾക്കാരൊക്കെ ഈ ലോകയിലെ ഫൈറ്റിനേക്കാളൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ ലോകയുടെ ഫൈറ്റ് പോലെയൊക്കെ മഞ്ജു വാര്യർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ലോകയിലെ അല്ല, മഞ്ജു വാര്യർ തനതായ രീതിയിൽ മഞ്ജു വാര്യർ നല്ല രീതിക്ക് തന്നെയാണ് ഫൈറ്റ്, ബോറടിപ്പിക്കാതെ തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. മഞ്ജു വാര്യരുടെ ആ ഒരു പോർഷൻസും കാര്യങ്ങളും കൊള്ളായിരുന്നു. ബാക്കിയെല്ലാം അട്ടർ ഫ്ലോപ്പാണ്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അവന്മാർക്കും ഒരു പിടിയില്ല, അഭിനയിച്ചവർക്കും ഒരു പിടിയില്ല. സംവിധായകൻ എവിടെന്നോ ഏതൊക്കെ ചുരണ്ടിയൊക്കെ എന്തോ എടുത്തിട്ട് വെച്ച്, അതായത് ഈ ഒരു ഏജന്റ് പരിപാടിയാണ്. അതായത് നാഷണലിൽ ഒരു ത്രെറ്റ് വരുന്നു, രാജ്യത്തിനൊരു ത്രെറ്റ് വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂക്ലിയർ ഡിവൈസ് കളഞ്ഞു പോകുന്നു, അത് കണ്ടുപിടിക്കാൻ പോകുന്നു, അത് ഇതാണ് കോഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് സംഭവം. അതായത് ഒരു ബുദ്ധിയും ഇല്ലാത്ത ഒരു ഇന്റലിജൻസ് ടീം, ഇത്രയും ബുദ്ധിയില്ലാത്ത ഇന്റലിജൻസ് ടീം ഞാൻ അവരുടെ കണ്ടിട്ടില്ല. കൊച്ചു പിള്ളേർക്ക് വരെ അത് കള്ളനാണ്, അല്ലെങ്കിൽ ഇത് കോഴിയാണ്, അല്ലെങ്കിൽ ഇത് പശുവാണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇവർക്കത് മനസ്സിലാവില്ല. അത്രയ്ക്കും ബുദ്ധിയില്ലാത്ത ഒരു സ്പൂഫ് ഇന്റലിജൻസ് ടീമായിരുന്നു ആ സിനിമയിലേക്ക് കാണിക്കുന്നത്. പിന്നെ ഇതിലൊരു പ്രണയം വരുന്നുണ്ട്. അത് ഈ ഇതുപോലത്തെ പ്രണയം, ഇതിന് സംവിധായകന് നടന്ന പ്രണയമാണോ എന്ന് എന്നെ കണ്ടറിയണം. ലോക്കൽ പ്രണയം, ഒരു ഫീലും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു പ്രണയം. ആ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവന് ജോലി ചെയ്യാനുള്ള കോൺസെൻട്രേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഈ ഏജന്റ് പരിപാടിയൊക്കെ ഞാൻ നിർത്തുവാണെന്ന് പറയുമ്പോൾ അവനൊരു വലിയ മിഷൻ കൊടുക്കുന്നു. ആ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അടുത്ത കോമഡികൾ, ആ പ്രേമകാര്യങ്ങളുടെ കോമഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നു എന്ന് വിചാരിക്കുമ്പോൾ മിഷനിലും അവന്മാർ കോമഡി തന്നെ ചെയ്യണം. അതായത് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത മിഷൻ, ബട്ട് അവർ സീരിയസ് ആണ്. അതായത് നമുക്കാണ്ട് ആ ഒരു ഇന്റലിജൻസിന്റെ ഒരു ഹിഡൻ ഡീറ്റെയിൽസോ, അല്ലെങ്കിൽ ആ ഒരു ഇന്റലിജൻസ് ഇതായിരുന്നു എന്നെങ്കിലും തോന്നണ്ടേ? ഒന്നുമില്ല, നമുക്ക് തന്നെ മനസ്സിലാവും അവനെ പിടിയണം, അവനാണ് കള്ളൻ. അവനല്ല കള്ളൻ, അവന്റെ കൂടെ ഉള്ളവനായിരിക്കും കള്ളൻ, പക്ഷെ അവന്റെ കൂടെ ഉള്ളവനല്ലായിരിക്കും അവന്റെ കള്ളൻ എന്നൊക്കെ എന്തൊക്കെയോ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ആകെ പിന്നെ ദിബു നിനാന്റെ മ്യൂസിക്കും ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയൊരു ബീജിയമും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുള്ളിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പം കുറെ അപ്കമിങ് പടങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു മ്യൂസിക് ഡയറക്ടറും കൂടെ തന്നെയാണ്. മൊത്തത്തിൽ വരുമ്പം ഒരു പൊരിഞ്ഞ അവിഞ്ഞ ഒരു മിഷൻ ഇമ്പോസിബിൾ പടം. അതായത് എന്തൊക്കെയോ ചെയ്ത് ആ ഒരു പോസ്റ്ററും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാം, ഒരു ബ്രഹ്മാണ്ഡ പടം എന്ന് എടുത്തിട്ട് കാര്യം. അതാണ് മിസ്റ്റർ എക്സ്, ഒരു ബ്രഹ്മാണ്ഡ പടം എന്ന് എടുത്തിട്ട് എൻ്റെ കാര്യം. നല്ലൊരു ബഡ്ജറ്റിലുള്ള പടം എന്നാണ് പറയുന്നത്. ആ ഒരു സിനിമ അവർ എടുത്തു വെച്ചേക്കുന്നത് വെച്ചാൽ എന്തിനോ വേണ്ടി ഒരു കുന്നംകുളം ഇമ്പോസിബിൾ, ആർക്കോ വേണ്ടി ചെയ്യുക, ആർക്കോ വേണ്ടി ഒരു ഏജന്റിനെ തപ്പി ഇറങ്ങുക. ശരത് കുമാറൊക്കെ ഉണ്ട്. ശരത് കുമാർ അവിടെ കിടന്ന് കറങ്ങുകയാണ്. ശരത് കുമാറും ആ മിസ്റ്റർ എക്സ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ശരത് കുമാറിന്റെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. അങ്ങനെ ഒരാവശ്യവും ഇല്ലാത്ത ഒരു റോ ഏജന്റും പരിപാടി. ആകെ ആര്യയുടെ ആ ഒരു ബോഡിയും ഫിസിക്കും ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന ആ സീൻസുകൾ കൊള്ളാം. മഞ്ജു വാര്യരുടെ സ്റ്റെൻഡും കാര്യങ്ങളും കൊള്ളാം. ബാക്കി മൊത്തത്തിൽ കുന്നംകുളം ഇമ്പോസിബിൾ പടമായിരുന്നു മിസ്റ്റർ എക്സ്.